ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വൈറലായ ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ തൊടുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടണം. അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 300 ഗ്രാമോളം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാം ക്യൂബായിട്ടുള്ള ചീസും അതുപോലെ തന്നെ 200 ഗ്രാം ബോട്ടിലുള്ള ഒരു ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ചീസൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചീസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന മുന്നേറ്റ് ബൗളും അതുപോലെ തന്നെ ബീറ്ററും എല്ലാം ക്ലീൻ ആയിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആ ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് അതും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 3 മുട്ട അങ്ങനെ തന്നെ പൊട്ടിച്ച് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നും ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാം റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണേ. നമ്മൾ ചീസൊക്കെ അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ബീറ്റ് ചെയ്യാണ്ട് കുറച്ചൊന്ന് പുറത്ത് വച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചീസൊക്കെ നല്ല ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ല ഇതായിട്ട് വരും കേട്ടോ. പിന്നെ അതിലേക്ക് 3 മുട്ടയും പിന്നെ അതുപോലെ തന്നെ പിഞ്ച് ഓഫ് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അത് മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തിക്ക് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തത് നമ്മളെ പക്കിൻ്റെ തിക്ക് ക്രീമില്ലേ, അതാണ് കേട്ടോ. കുനാഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കലില്ലേ, ആ ഒരു ചീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ ഉള്ളത് ആ ബ്രാൻഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള സാധനമൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ സീക്രട്ടായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുമ്പോൾ നമ്മളെ കേക്കിന് നല്ലൊരു യെല്ലോ കളർ കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അതാണ് ഇത് കസ്റ്റേർഡ് പൗഡറാണ്. കസ്റ്റേർഡ് പൗഡർ ഒരു 1.5 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കസ്റ്റേർഡ് പൗഡറും കൂടെ വരുമ്പം നമ്മൾ ആ കേക്കിന് നല്ലൊരു കളർ കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവുക. അതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു കേക്ക് ടിന്നൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കണേ. അധികം ബീറ്റ് ചെയ്തിട്ട് പുറത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ചീസിൻ്റെ ആ ഒരു മിക്സ്. അപ്പം അതിന് മുന്നായിട്ടെല്ലാം റെഡിയാക്കി വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് ഓവണൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് 200 ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ട് ഒരു 40-45 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം 40-45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മേലത്തെ ആ ഒരു കത്തുന്ന ഒരു ഇതില്ല, അത് മാത്രം മേൽഭാഗം മാത്രം ഓവണൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു 1-2 മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ മേൽഭാഗം ഒന്ന് ബേൺ ചെയ്തെടുക്കണം. അതാണ് കേട്ടോ ഈ ഒരു ചീസ് കേക്കിന് ഇതുപോലത്തെ ഒരു പേര് വരാനുള്ള കാരണം. എന്നിട്ട് ഇതുപോലെ മേൽഭാഗം ജസ്റ്റ് ഒന്ന് ബേൺ ആക്കി എടുക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ തൊടുമ്പം ഇതുപോലെ ഇങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ചൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം ഒരു 1 അവർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചൂടോട് കൂടി ഈ ഒരു ചീസ് കേക്ക് കഴിക്കരുത്. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 അവർ വെച്ചതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ഷീറ്റ് ഇതൊക്കെ മാറ്റി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് അപ്പം തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഹോട്ട് ചോക്ലേറ്റാണ്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് തിന്നലാണ് ഇതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു കേക്ക് കഴിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ചൊന്ന് ചൂടോട് കൂടി തന്നെ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലേക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ
ആ ഒരു ചീസും കൂടെ അതിൻ്റെ കൂടെ ഇങ്ങനെ വരണം. എന്നാൽ അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത് ഈ ഒരു ചീസ് കേക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഈ ഒരു ചീസ് കേക്കൊക്കെ കഴിക്കാൻ നമുക്ക് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.